പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് തുടരുന്നു. പണിമുടക്കിൽ വലഞ്ഞ ജനം. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബസ് സർവീസ് സമരാനുകൂലികൾ തടഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. വിളങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വിളങ്ങല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതി. കാലം ചെയ്ത ഡോക്ടർ മാർ എഫ്രേം മിത്രാപ്പൊലീത്തയുടെ കബറടക്കം നാളെ. മാർത്തമറിയം പള്ളിയങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. പൊതുദർശനം തുടരുന്നു. ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയായി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ടാക്സികൾ നിരത്തിലിറങ്ങിയില്ല. ചിലയിടങ്ങളിൽ അപൂർവം ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തുറന്നു പ്രവർത്തിച്ച കടകൾ ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ അടപ്പിച്ചു. ചിലയിടത്ത് വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു. KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല. മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകളെത്തി തിരിച്ചുപോയി. രാവിലെയുള്ള സർവീസുകളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു. നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച ഹോട്ടലടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പടിഞ്ഞാറേ നടയിൽ ഇന്നർ റിംഗ് റോഡിലുള്ള ശാസ്ത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് എറിഞ്ഞത്. നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല. ഹോട്ടലുകൾ അടഞ്ഞുകിടന്നതോടെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദഊട്ട് ആശ്വാസമായി മാറി. 16 വിവാഹങ്ങളും 500ഓളം കുട്ടികൾക്ക് ചോറൂട് നൽകലും ക്ഷേത്രസന്നിധിയിൽ നടന്നു. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. തൃശൂർ മേയർ MK വർഗീസിന്റെ വാഹനം CITU പ്രവർത്തകർ തടഞ്ഞു. അങ്കമാലിയിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പിന്നീട് പോലീസ് ഇടപെട്ട് വാഹനം വഴിതിരിച്ചുവിട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ മുതലാളിത്ത നയങ്ങൾ തിരുത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സമരമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ പറഞ്ഞു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8 മണിക്കൂർ തൊഴിലെന്നത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുതലാളിമാരും അവർക്ക് വേണ്ടി വാദിക്കുന്ന ഗവൺമെന്റും ശ്രമിക്കുകയാണെന്നും MK കണ്ണൻ പറഞ്ഞു. AITUC നേതാവ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ UP ജോസഫ്, PK ഷാജൻ, MK തങ്കപ്പൻ, മോഹൻദാസ് എടക്കാടൻ, ജെറിൻ ജോൺ, മീര നായർ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്നും പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. UDTFന്റെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് AG's ഓഫീസിലേക്കും പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ തോമസ്, CV കുര്യാക്കോസ്, പ്രസാദ് പുലിക്കോട്ടിൽ, ഷാഹുൽ ഹമീദ്, KC രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. FITU ASCT സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലും തൃശൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ തൈക്കാട് നിന്ന് 124 ഗ്രാം 680 മില്ലി ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ കറുപ്പം വീട്ടിൽ അൻസാറിനെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം
ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രൻ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. രവീന്ദ്രനും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓണാക്കിയപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകത്ത് മൊത്തം നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിലടക്കം തകർന്നിട്ടുണ്ട്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചീരക്കുണ്ട് സ്വദേശി സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. 2 മണിക്കൂറോളം തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന പകുതി മൂപ്പായതും കുല വെട്ടാറായതുമായ നിരവധി വാഴകൾ നശിപ്പിച്ചു. പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് മറികടന്നാണ് കാട്ടാന എത്തിയതെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ദൈവാനുഗ്രഹമുള്ള പിതാവാണ് മാർ അപ്രേം മെത്രാപ്പോലിത്തയെന്നും അദ്ദേഹത്തിന്റെ വേർപാട് അഗാധമായ ദുഃഖമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേലധ്യക്ഷനായി പതിറ്റാണ്ടുകളോളം ഇരുന്ന അഭിവന്ദ്യനായ ഡോക്ടർ മാർ അപ്രേം തിരുമേനിയാണ് കാലം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 25 വയസ്സിൽ പുരോഹിതനാകുകയും 28 വയസ്സിൽ ബിഷപ്പും മെത്രോപൊളിത്തനുമായി വാഴിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. 1968 മുതൽ ഏകദേശം 2015 വരെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ വളരെ പുരാതനമായ ഒരു സഭ കൂടിയാണ്. ഒരുപാട് പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സഭ കൂടിയാണ്. ആ സഭയുടെ മേലധ്യക്ഷ സ്ഥാനത്ത് മറ്റൊരാൾക്കും ഇരിക്കാൻ കഴിയാത്ത വണ്ണം ഇത്രയും നാൾ ഇരിക്കാൻ കഴിഞ്ഞത് വളരെ ചെറുപ്പത്തിലെ എല്ലാവരും പുരോഹിതരാകുന്ന പ്രായത്തിലാണ് അദ്ദേഹം മെത്രോപൊളിത്തയായി വാഴിക്കപ്പെട്ടത്. അത്രയും ദൈവാനുഗ്രഹമുള്ള ഒരാളായിരുന്നു തിരുമേനി. മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഒരുപാട് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. വിവിധ ഭാഷകളിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ 72ഓളം പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങൾ 50-ലേറെ ഭാഷകളിൽ, ലോകഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ ലോകം എല്ലായിടത്തും അറിയപ്പെടുന്നൊരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു. വളരെ നർമ്മത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കണ്ട ഒരാളായിരുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ കബറടക്കം നാളെ തൃശൂരിൽ നടക്കും. മാർത്തുമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 11-ന് നഗരി കാണിക്കൽ നടക്കും. ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന കബറടക്ക ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ഔഗീൻ കുര്യാക്കോസ് മുഖ്യകാർമ്മികത്വം വഹിക്കും. മാർത്തുമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പൗരസ്ത്യായ സുറിയാനി സഭയുടെ സഭയ്ക്ക് 72ഓളം പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. അതിലെ പ്രധാനപ്പെട്ട തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം കൈമാറും. പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറുക. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് സംഘം അന്വേഷിച്ചിരുന്നത്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തിരുന്നു. 2024-ൽ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. തൃശൂർ പാലക്കാട് റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഭാഗികമായി തുടരുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുടിക്കോട് സർവീസ് റോഡിൽ ഗതാഗത നിയന്ത്രണം. പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ വടക്കാഞ്ചേരി ഷൊർണൂർ വഴിക്കും ചെറിയ വാഹനങ്ങൾ പാണഞ്ചേരി ചെമ്പൂത്ര വഴിയും യാത്ര ചെയ്യണമെന്നാണ് പോലീസ് നിർദ്ദേശം. മതിലകം പഞ്ചായത്തിലെ പൊക്ലായിയിൽ താമസിക്കുന്ന 5 നാടോടി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് സ്വന്തം വീടിന്റെ തണലിലേക്ക് ജീവിതത്തെ പറിച്ചു നടാൻ ഒരുങ്ങുന്നത്. മതിലകം പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 കുടുംബങ്ങൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത്. സോഷ്യൽ മീഡിയയിലും പത്രദൃശ്യമാധ്യമങ്ങളിലും നാടോടി കുടുംബങ്ങളുടെ ദുരിത ജീവിതം വാർത്തയായിരുന്നു. ഇതോടെയാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവർക്ക് വീടൊരുക്കാൻ പദ്ധതിയിട്ടത്. ഈ കുടുംബങ്ങളെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയുമായിരുന്നു. മാള പഞ്ചായത്തിൽ വീട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 4 സെന്റ് ഭൂമി വീതം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്തു. നാടോടി കുടുംബങ്ങൾക്ക് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ
ഓരോ കുടുംബത്തിനും 4 സെൻറ്റ് വീതം 5 കുടുംബത്തിന് 20 സെൻറ്റ് സ്ഥലം കണ്ടെത്തി അവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയും വീടിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 4 ലക്ഷം രൂപയും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വീടിനും 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ച ഭൂരേഖ കൈമാറ്റം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഈ കുടുംബങ്ങളെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുകയും ചെയ്തുവരുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. എറിയാട് പഞ്ചായത്തിൽ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി KA ഹഫ്സൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ആസിം, സാറാബി ഉമ്മർ, അജ്മൽ, നജ്മൽ ഷക്കീർ എന്നിവർ സംസാരിച്ചു. വാതക ക്രിമിറ്റോറിയം ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. സാധാരണ ഈ ക്രിമിറ്റോറിയങ്ങളുടെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു പ്രശ്നമുള്ള കാര്യമാണ്. പെരിഞ്ചേരിയിൽ കിണറ്റിൽ വീണ വീട്ടമ്മയെ ഫയർഫോഴ്സ് എത്തുന്നതുവരെ കിണറ്റിലിറങ്ങി സംരക്ഷിച്ചു നിർത്തിയ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കിണറ്റിലിറങ്ങിയ CPO TN പ്രദീപിനെയും ടീം അംഗങ്ങളായ SI MS ഷാജു, CPOമാരായ അനീഷ് കൊടകര, അജിത് കുമാർ എന്നിവരെയാണ് ജനമൈത്രി സമിതി അനുമോദിച്ചത്. സബ് ഇൻസ്പെക്ടർ പ്രദീപൻ ഉപഹാരം നൽകി. ജനമൈത്രി സമിതി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, KR സിദ്ധാർത്ഥൻ, MS അലക്സി, ഇക്ബാൽ ബാബു, MG അഭിലാഷ്, CPO സിന്ധി എന്നിവർ സംസാരിച്ചു. അബദ്ധത്തിൽ കിണറ്റിൽ വീണ പുളിക്കൽ വീട്ടിൽ ലിജിക്കാണ് പോലീസ് രക്ഷകരായത്. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ലൈബ്രറി കൌൺസിലും സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, നാടിപ്പാറ പിറവി വായനശാല പ്രസിഡന്റ് VS സുഭീഷ്, മഞ്ജു സജി, KM ഗീത, പ്രിന്റി പ്രദീപ്, നിധീഷ് ഗോപി എന്നിവർ സംസാരിച്ചു. മണലും മെറ്റലും കൊണ്ട് പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുലാഭാരം. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ക്ഷേത്രത്തിൽ പുതിയ തുലാഭാര തട്ട് സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് സുരേഷ്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കായി പുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കി നൽകിയും ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സുരേഷ്. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ടുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി 1979 സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി. ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണിന്നും. ശരിക്കും 3500-ലേറെ അഭിനയിക്കൽ മാത്രം സംവിധാനം ഒരു 10-80ഓളം അത് ഈ ട്രൂപ്പിൽ പോണ കാരണം അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു മടുപ്പ് വന്നു രണ്ടോടം ചെയ്യുമ്പോൾ. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല.
എല്ലാവരും നമ്മളിട്ട് വെച്ച് ശരിക്കും പറഞ്ഞാൽ 3 സെൻറ്റ് ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷമം സ്വയം ഉണ്ട്. കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും. TCV കൊടുങ്ങല്ലൂർ. മാള മേഖലയിൽ പൊതുപണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ടൗൺ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. പഞ്ചായത്ത് ഓഫീസുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. ഗ്രാമീണ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളും മരുന്നുകടകളും തുറന്നു പ്രവർത്തിച്ചു. LDFന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് അനുകൂലികൾ പ്രകടനം നടത്തി. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ത്രിപുര BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KS അജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജിഹാസ് ജമാൽ, ട്രേഡ് യൂണിയൻ നേതാക്കളായ CS മണി, UK ഗോപാലൻ, B ശ്രീകുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. മേഖലയിൽ ഹർത്താൽ പ്രതീതിയാണ്. നഗരത്തിൽ ഉൾപ്പെടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകൾ ഭൂരിഭാഗം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ ട്രഷറി ഉൾപ്പെടെ 7 ഓഫീസുകളാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പന്നിത്തടം സെന്ററിൽ INTUC ജനറൽ വർക്കേഴ്സ് ചുമട്ടുതൊഴിലാളികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അക്ബർ അലി, ട്രഷറർ സലാം വലിയകത്ത്, രക്ഷാധികാരികളായ MP സിജോ, PU പ്രകാശൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി CG ജാക്സൺ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി CITUവിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. CITU വള്ളത്തോൾ ഏരിയ സെക്രട്ടറി VA ശശീധരൻ ഉദ്ഘാടനം ചെയ്തു. CITU കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ സാജൻ, M സുലൈമാൻ, KR ഗിരീഷ്, CR സുധാകരൻ, CA റംല എന്നിവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, MA വേലായുധൻ, NK പ്രമോദ് കുമാർ, EM സതീശൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗത്തിന്റെ അവകാശപ്പെട്ട ഈ നാട്ടിലെ ഏതാണ്ട് 140 കോടിയോളം വരുന്ന മനുഷ്യർക്ക് അവകാശപ്പെട്ട പൊതുസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചുളുവിലക്ക് നൽകുകയാണ്. എത്രയോ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ നാടിന്റെ സമ്പദ്ഘടനയിലേക്ക് കോടാനുകോടി രൂപ നൽകിയ എല്ലാ ബൃഹത്തായ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാലിൽ അടിയറ വെക്കുന്ന കോർപ്പറേറ്റ് ദാസ്യമാണ്
നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, AITC മണ്ഡലം സെക്രട്ടറി A സതീന്ദ്രൻ, കർഷക തൊഴിലാളി ഏരിയ പ്രസിഡന്റ് H അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം AITC തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി K വർഗീസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി, AITC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ്, NGI യൂണിയൻ ജില്ലാ ട്രഷറർ OP ബിജോയ്, AITC മണ്ഡലം പ്രസിഡന്റ് K രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ഏതാണ്ട് മുഴുവൻ സമ്പത്തും വിറ്റ് വലിയ പ്രവൃത്തിയാണ് ഇവർ എല്ലാൽപ്പണി നടത്തുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിച്ചത്. ഈ പൊതുപണിമുടക്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത്. അത് ഇപ്പോൾ മാത്രമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യമല്ല. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലികോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ്, CITU നേതാക്കളായ PG വാസുദേവൻ നായർ, MK മോഹനൻ, സന്തോഷ് പാർലം, KD അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ നടത്തിയ പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ദേശീയപാതയിലും തിരക്ക് കുറവായിരുന്നു. ചുരുക്കം ചില ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നടത്തി. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, ആമ്പലൂർ, വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രകടനം നടന്നു. വരന്തരപ്പള്ളി മേഖലയിലും കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി തുടങ്ങിയ പൊതുഗതാഗത വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, CPI ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപനങ്ങളാകെ വാങ്ങിക്കൂട്ടുന്നത് ഗുജറാത്തിലെ അദാനി കുടുംബമാണ്. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി ഒരുക്കുന്ന വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറങ്ങി. ടീസറിന്റെ പ്രകാശനം സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ നിർവഹിച്ചു. റിജി വിളക്കാട്ടുപാടം, സന്തോഷ് ദേശമംഗലം, റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലെ വഴിയമ്പലങ്ങളുടെയും അത്താണികളുടെയും ചരിത്രവും വർത്തമാനവും പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണം ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റാണ് നിർവഹിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും റാഫി നീലങ്കാവിലും, എഡിറ്റിംഗ് ഷിജോ ചൊവ്വല്ലൂരും, ക്യാമറ ജസ്റ്റിൻ ജോസ്, നിയോ ജോസഫ്, നോയൽ ജോസഫ് എന്നിവരും, ഏകോപനം റെജി വിളക്കാട്ടുപാടവുമാണ് നിർവഹിച്ചിരിക്കുന്നത്. തൃശൂരിലെ ജീവകാരുണ്യ സംഘടനയായ ഹൃദയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിച്ചു. പോപ്പോൾ മേഴ്സി ഹോമിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡോക്ടർ MB അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഏറ്റുവാങ്ങി. കരുതിക്കൂട്ടി വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കരുണ പറ്റിയ സമൂഹമായി നാട് മാറിയെന്ന് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. സ്നേഹശൂന്യതയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.
ഈ സാഹചര്യത്തിലാണ് ഹൃദയ ഫൗണ്ടേഷന്റെ നന്മയുള്ള പ്രവൃത്തി എന്നത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയിത്രി ശ്രീദേവി അമ്പലപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, ഹൃദയ ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ട്രഷറർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, എക്സിക്യൂട്ടീവ് അംഗം എൽദോ തോമസ്, പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബുദ്ധിവൈകല്യമുള്ള 300-ലധികം കുട്ടികളെ പരിശീലിപ്പിക്കുകയും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സയും തളർന്ന രോഗികൾക്കുള്ള പരിപാലനവും നൽകുന്നതാണ് പോപ്പോൾ മേഴ്സി ഹോമിനെ അവാർഡിന് അർഹമാക്കിയത്. തൃശൂരിലെ 1000-ഓളം വ്യക്തികളുടെ കൂട്ടായ്മയായ ഹൃദയ ഫൗണ്ടേഷൻ 365 ദിവസവും സൗജന്യ ഡയാലിസിസ്, സൗജന്യ കീമോതെറാപ്പി, നിർധനർക്കുള്ള ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവനരഹിതരായവർക്ക് വീട് എന്നിങ്ങനെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് തുടരുന്നു. പണിമുടക്കിൽ വലഞ്ഞ ജനം. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബസ് സർവീസ് സമരാനുകൂലികൾ തടഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തുറന്ന് പ്രവർത്തിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. വിളങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വിളങ്ങല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേ മിത്രാപൊലിത്തയുടെ കബറടക്കം നാളെ. മാർത്ത് മറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. പൊതുദർശനം തുടരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.